ഇത് എന്തിനാണ്? ആണുങ്ങൾ തമ്മിലാണെങ്കിലും പെണ്ണുങ്ങൾ തമ്മിലാണെങ്കിലും ശരി, ഇടപെടലുകൾ കണിശമായി പാലിക്കേണ്ടുന്ന ചില മര്യാദകളും നിർദ്ദേശങ്ങളും നമ്മൾ ഫോളോ ചെയ്യുന്നു. കൂട്ടത്തിൽ വസ്ത്രധാരണവും പരാമർശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ശരിയാണ്. ഇനി ഒരു പെണ്ണ് അവൾക്ക് ഇഷ്ടമുള്ള ഒരു വേഷം തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കും. അതിനെ അവർക്ക് കംഫർട്ടബിൾ ആണ് എന്ന് തോന്നിയ, അവർക്ക് മോശമല്ല എന്ന് തോന്നിയ ഒരു വസ്ത്രം അവര് തിരഞ്ഞെടുക്കുന്നു, ആ വേഷം അവര് ധരിക്കുന്നു. അതിപ്പോ എനിക്ക് അയ്യേ മോശം എന്ന് തോന്നിയിട്ട് കാര്യമുണ്ടോ? അബ്ദുൽ ഖാദർ, എനിക്കിഷ്ടമുള്ള വേഷം ഞാനിടും, ശരിയാണ്. എന്നോട് ഏത് വേഷം ധരിക്കണം എന്ന് പറയാൻ നിനക്ക് പറ്റില്ല, ശരിയാണ്. അതുപോലെ തന്നെ എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ആശയത്തെ വിമർശിക്കാനും എനിക്കിവിടെ പറ്റുമല്ലോ. BPG ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ പേര് ഇവിടെ വന്നിടരുത്. അവരെ സംബന്ധിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. പ്ലീസ്, പേഴ്സണലായിട്ട് പല ആളുകളുടെയും പേരുകൾ നമ്മുടെ ചാനലിലേക്ക് വലിച്ചടിച്ച് അത് എന്നെ കൊണ്ട് പറയിപ്പിച്ച് പുതിയ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്താൻ തൽക്കാലം നിൽക്കരുത്, പ്ലീസ്. അപ്പോ ജാഹിലിയ കാലഘട്ടത്ത്, അതായത് ആ 6-ാം നൂറ്റാണ്ടില് യുദ്ധത്തിന് പോയിരുന്ന ആളുകൾ, ഗോത്രങ്ങളിൽ ഒരുപാട് പടയാളികൾ ഉണ്ടായിരുന്നല്ലോ, അവരുടെ വീര്യം കൂടാൻ വേണ്ടിയിട്ട് ഗോത്രത്തിലെ പെണ്ണുങ്ങൾ തങ്ങളുടെ മാറിടം വരെ പ്രദർശിപ്പിച്ച് പ്രലോഭിപ്പിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന ചരിത്രം. ഈ രൂപത്തിൽ ലജ്ജാശൂന്യമായിട്ടുള്ള സംസ്കാരം നിലനിന്നിരുന്ന കാലഘട്ടത്തിലാണ് തങ്ങളുടെ ഉത്തരീയങ്ങൾ മാറിടത്തിന് മുകളിലൂടെ താഴ്ത്തി ഇടണം എന്ന് ഖുർആൻ കർശനമായി നിർദ്ദേശിക്കുന്നത് എന്നാണ് ചരിത്രം. എതിർഭാഗത്തുള്ള സൈനികരെ, കാരണം ഇവര് പെട്ടെന്ന് വികാര ജീവികളാണ്, വൈകാരികതയിൽ പെട്ടുപോകുന്നവരാണ് എന്ന് അവർക്കും അറിയാം. ഹിജാബ് എന്ന പദം തന്നെ പ്രയോഗിക്കുന്ന മറ്റൊരിടത്ത് ആണുങ്ങൾക്കിടയിൽ തന്നെ പരസ്പരം അനിവാര്യമായി ബഹുമാനിക്കുകയും കാത്തുസൂക്ഷിക്കുകയും ചെയ്യേണ്ടുന്ന സ്വകാര്യതയുടെ അഥവാ മറ, അതിനെ സംബന്ധിച്ചും അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും അത് സ്ത്രീകൾക്കു മാത്രമുള്ള ഒരു നിയമമാക്കി തന്ത്രപൂർവം പുരുഷന്മാർ അതിൽ നിന്ന് പുറത്തു കടക്കുകയും സ്ത്രീകളുടെ പേരിൽ ഈ അപ്പിക്കുപ്പായം അടിച്ചമർത്തി വെച്ചു കൊടുക്കുകയും ചെയ്തു. അത് കറുപ്പ് തന്നെ വേണം എന്ന് ചിലർക്ക് വലിയ നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് കറുത്ത പർദ അനിവാര്യമായി വന്നത്. ഇപ്പോ പെണ്ണിന്റെ ആത്മപ്രകാശനവുമായി ബന്ധപ്പെട്ട് 2 പദങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് മുഹമ്മദ് അൽ ഗസാലി എന്ന ഈജിപ്ഷ്യൻ ഇസ്ലാമിക പണ്ഡിതൻ. തന്റെ ദി വുമൺസ് ഇഷ്യൂസ് ബിറ്റ്വീൻ സ്ട്രാജനേറ്റിംഗ് ആൻഡ് ഇമ്പോർട്ടഡ് ട്രഡീഷൻസ് എന്ന ഒരു പുസ്തകത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. എന്തുകൊണ്ടാണ് സ്ത്രീയുടെ കാര്യത്തിൽ മാത്രം ഈ രൂപത്തിൽ ചർച്ചകൾ വരുന്നതെന്ന് അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. സ്ത്രീ സ്വത്ത് പ്രകാശനത്തിന്റെ ചർച്ചകൾ പുരുഷന്മാരിലൂടെയാണോ നടക്കേണ്ടത്? പുരുഷന്മാരാണോ സ്ത്രീകളുടെ വേഷം തീരുമാനിക്കുന്നത്? സ്ത്രീകളുടെ ആ വേഷം ശരിയല്ല, ഈ വേഷം ശരിയല്ല എന്ന് വന്ന് പറയേണ്ടത് പുരുഷന്മാരാണ്. ഇപ്പോ VP സുഹ്റ അവര് സ്ത്രീകൾക്ക് അനന്തര സ്വത്തിൽ തുല്യ പങ്കാളിത്തം വേണമെന്ന് പറഞ്ഞ് ഡൽഹിയിൽ പോയി ഒരു സമരം നടത്തി. സുരേഷ് ഗോപി ഉറപ്പ് കൊടുത്തു, ശരി, അങ്ങനെ ഒരു നിയമം നമുക്ക് ആലോചിക്കാം. ഇതിനൊക്കെ സമരം ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഈ കാലഘട്ടത്തിൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതിയാണ്. ഇങ്ങനെ പല മുസ്ലിം പണ്ഡിതന്മാരും ഈ ഹിജാബിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് അഭിപ്രായങ്ങൾ. അങ്ങനെയാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് പോലും ഈ വേഷം എടുത്തു മാറ്റപ്പെടുന്നത്. ഇപ്പൊ പർദ നിർബന്ധമുണ്ടോ ഇസ്ലാമിക രാജ്യങ്ങളില്? ഇതിവര് ചോയ്സ് ആണ് എന്ന് പറയുന്നു. ഇടാൻ മാത്രമല്ലല്ലോ ചോയ്സ്, ഊരാനും ചോയ്സ് വേണ്ടേ? അതല്ലേ നമ്മൾ മനസ്സിലാക്കുന്ന ചോയ്സ്. ഇനി ഈ മുഖംമൂടി ഇസ്ലാമിന്റെ അനിവാര്യതയാണ്, അവിഭാജ്യ ഘടകമാണ്.
ഇതില്ലെങ്കിൽ ഇസ്ലാം തകർന്നു പോകും, എന്റെ പ്യൂരിറ്റി ക്ഷയിച്ചു പോകും. മുസ്ലിം പുരുഷൻ എന്നിൽ എന്തെങ്കിലും ആകൃഷ്ടനായിക്കൊണ്ട് അയാൾ എന്തെങ്കിലും കൈക്രിയ ചെയ്യുകയോ എന്നെ കയറി പിടിക്കുകയോ ചെയ്താൽ അത് എന്റെ വിശ്വാസത്തെ ബാധിക്കും, എന്നെ നാളെ പരലോകത്ത് അല്ലാഹു ചോദ്യം ചെയ്യും എന്ന ചിന്താഗതി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ തണിഞ്ഞോ. മറ്റുള്ളവരെ നിർബന്ധിക്കരുത്. മറ്റുള്ളവരത് ധരിക്കുന്നില്ല എന്നതുകൊണ്ട് അവരെ അകറ്റി നിർത്താനും അവരെ ശിക്ഷിക്കാനും ഒക്കെ നിങ്ങളൊക്കെ ആരാണെന്നേ. ഇതൊക്കെ റാഡിക്കൽ ഇസ്ലാമാണ്. കർമ്മശാസ്ത്ര സമീപനം പെണ്ണിന്റെ സാമൂഹ്യമായ ഇടപെടലിനെയും നേതൃപദവിയെയും ശക്തമായ രൂപത്തിൽ നിരാകരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഫോട്ടോഗ്രാഫിയൊക്കെ ഹറാമായി മാറിയത്. ചേരാത്തതിനെ തുന്നി ചേർത്ത് പിടിപ്പിച്ചാൽ, നമ്മൾ പറയാറില്ല ഞെക്കി പഠിപ്പിച്ചാൽ മധുരമുണ്ടാകില്ല എന്ന്. ഒരു സ്ത്രീക്ക് അവർക്ക് താല്പര്യമില്ലാത്ത വേഷമാണെങ്കിൽ അവരെ എന്തിനാണ് നിങ്ങൾ നിർബന്ധിപ്പിച്ച് അങ്ങനെ ഒരു വേഷത്തിലേക്ക് കൊണ്ടുവരുന്നത്? അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ ധരിച്ചോട്ടെ, അല്ലെങ്കിൽ വേണ്ട. ആ രൂപത്തിലൊരു ചോയ്സ് ഇസ്ലാമിൽ ഇല്ല. ഇസ്ലാമിലെ ചില കർമ്മങ്ങൾക്ക് ഒരുപാട് മാനങ്ങളുണ്ട്. വർഷത്തിൽ ഒരിക്കല് കറുത്ത ആഫ്രിക്കക്കാരനും വെളുത്ത ഇംഗ്ലണ്ടുകാരനും പാവപ്പെട്ടവനും പണക്കാരനും ആണും പെണ്ണും ഒന്നിച്ച് ഒരേ സ്വരത്തിൽ ഒരു വസ്ത്രമണിഞ്ഞ് പറയുന്നുണ്ട്, റബ്ബേ നീയല്ലാതെ ഒരു ആരാധ്യനില്ല, നിനക്ക് അഭിവാദ്യം ചെയ്യുന്നു. ജാഹിലിയ കാലഘട്ടത്തിലെ ഇരുണ്ട കാലത്ത് 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത സമൂഹത്തോട് പ്രവാചകൻ പ്രഖ്യാപിച്ച മുദ്രാവാക്യം. അറബിക്കാൻ അറബിയേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ ദൈവഭക്തി കൊണ്ടല്ലാതെ ഈ ദിവസം ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. പരിവർത്തനത്തിന്റെ പടപ്പാട്ട് എന്ന നിലയ്ക്ക് ഈ മുദ്രാവാക്യം വർഷാവർഷവും വിശ്വാസികൾ ഹജ്ജ് ചെയ്യാൻ പോകുന്ന സന്ദർഭത്തിൽ അറഫയിൽ വെച്ച് വിളിച്ചു പറയുന്നുണ്ട്. ആ സന്ദർഭത്തിൽ പോലും ആണും പെണ്ണും ഇടകലരരുത് എന്ന് പറഞ്ഞിട്ടില്ല, മുഖം മറയ്ക്കരുത് എന്ന് പറഞ്ഞിട്ടുമുണ്ട്. മക്കയിൽ പോലും അങ്ങനെ ഒരു സന്ദർഭത്തില്, മക്കയിലാണ് ഏറ്റവും കൂടുതൽ പുരുഷനും സ്ത്രീയും തമ്മിൽ ഇടകലരുന്നത്. ആ സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് പ്രവാചകൻ മുഖം മറയ്ക്കണം എന്ന് പറയാതെ പോയത്? ഖുർആനും പറയണമായിരുന്നല്ലോ. ഇത് നിർബന്ധമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ സാഹചര്യത്തിൽ പറയണമായിരുന്നു. ആ സാഹചര്യത്തിൽ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതിനെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മക്കയിൽ ആണും പെണ്ണും ഇടകലരുന്നു, അവർക്കൊരു കുഴപ്പമില്ല. എന്നിട്ട് ഇവർക്ക് എന്തും ചെയ്യാം കേട്ടോ. ഇവരുടെ രീതികൾ അതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് ചെയ്യുന്നതെല്ലാം മതത്തിന്റെ മാനത്തിനകത്താണ് വരുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇവർക്ക് ഹിജാബ് വേണമെന്ന് പറഞ്ഞാൽ വേണം, ഹിജാബ് നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്. ഇപ്പോ ഒരു മതപരിവർത്തനത്തിനെ സംബന്ധിച്ച് കേരള സ്റ്റോറി വന്നല്ലോ. കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ പോയ സമയത്ത് ഞങ്ങളിത് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മതപരിവർത്തനം നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല, ലവ് ജിഹാദ് നടക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ സംസാരിച്ചാൽ ഞങ്ങൾ അതിനെ എതിർക്കുമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. നിമിഷ ഫാത്തിമയും സോണിയയും അഖിലയും ആതിരയും ശ്രുതിയും ചിത്രയും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ലവ് ജിഹാദിനകത്ത് അകപ്പെട്ട ആ രൂപത്തിൽ മതപരിവർത്തനം നടത്തപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഞാൻ കണ്ടിരുന്നു, ശങ്കർ ഞാൻ കണ്ടിരുന്നു. കേരള സ്റ്റോറി കേരളത്തിൽ മുഴുവനും പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞ് രംഗത്തു വരാൻ ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണർന്നു വന്നു. അതുവരെ വന്നിട്ടില്ല കേട്ടോ. ലവ് ജിഹാദ് ഇല്ല എന്ന് പറയാൻ